ലക്ഷദ്വീപിലെ 3-ാം ദിനം ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് 25/11/2025 ഞങ്ങളിതാ ഈ അഗത്തി ദ്വീപിനടുത്തുള്ള ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുക. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കേന്ദ്രം, അതിൻ്റെ പ്രൊസീജിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് 20 മിനിറ്റ് സമയമാണ് ഈ സ്കൂബ ഡൈവിങ് ഉള്ളത്. വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഏകദേശം 6 മീറ്റർ താഴ്ചയിലേക്ക് പോയിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. അപ്പോൾ നമുക്ക് ഒരു ചോദ്യാവലി പൂരിപ്പിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മളെ കൊണ്ടുപോവുക. അതിനാദ്യം ഒരു ടെസ്റ്റ് ഡോസ് നമുക്ക് തരും, ട്രെയിനിങ് തരും. അതിന് ശേഷമാണ് നമ്മളെ വെള്ളത്തിലേക്ക് കൊണ്ടുപോവുക എന്നാണ് അവർ പറയുന്നത്. ഒരാൾക്ക് 20 മിനിറ്റ് സമയം ആണ് ഉണ്ടാകുക. നമ്മളുടെ ഒപ്പം ഒരാളുണ്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അവർ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അടിയിൽ 20 മിനിറ്റ് സമയം നമുക്ക് പവിഴപ്പുറ്റുകളോടും അതുപോലെ തന്നെ മീനുകളോടൊക്കെ സല്ലപിച്ച് ഈ നീല ജലാശയത്തിൽ നമുക്ക് ആവോളം ആസ്വദിക്കാം. ഞങ്ങളുടെ ടീമിൽ നിന്ന് 4 പേരാണ് തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ വേറെ കയാക്കിങ്ങിന് വേണ്ടി പോയേക്കാണ്. ഓക്കെ. സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി ഞങ്ങൾ 4 പേരും കൂടി ഇതാ നടുക്കടലിലേക്ക് പോകുകയാണ്. ഏകദേശം തീരത്ത് നിന്ന് 1-1.5 കിലോമീറ്റർ അകലെയാണ് മനോഹരമായ പവിഴപ്പുറ്റുകളുള്ള ആ ഒരു കൊച്ചു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുക. അവിടെ ബോട്ട് നിർത്തി ഒരു 4ഓളം ആളുകൾ പരിശീലകരായിട്ടുണ്ട്. അവരാദ്യം നമുക്ക് ഓരോരുത്തർക്കും പരിശീലനം തരും. ആ പരിശീലനത്തിന് ശേഷമാണ് ഓരോരുത്തരെയായി അല്ലെങ്കിൽ 1-2 ടീമുകളെ പരിശീലനത്തിന് കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുക. 6 മീറ്റർ മുതൽ 20 മീറ്റർ വരെ അവിടെ ആഴമുണ്ട്. ആളുകളുടെ കപ്പാസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ആളുകളുടെ താല്പര്യമനുസരിച്ചാണ് താഴേക്ക് കൊണ്ടുപോകുക. 6 മീറ്റർ അകലത്തിൽ ദൂരത്തിൽ പോയി കഴിഞ്ഞാൽ നയനമനോഹരമായ പവിഴപ്പുറ്റുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ആ പവിഴപ്പുറ്റുകൾ കാണാനും ആ പവിഴപ്പുറ്റുകളിൽ ഇറങ്ങി നിൽക്കാനും വരെ സൗകര്യമുണ്ട്. ഇതിനടിയിൽ വെച്ചിട്ടാണ് നമുക്ക് അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരാൾ അവിടെ മുന്നേ പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ വെള്ളത്തിനടിയിൽ നിൽക്കുകയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട്. അയാൾ നമ്മളുടെ ഫോട്ടോസ്, ഒരാൾ നമ്മളുടെ ഒപ്പം ഉണ്ടായിരിക്കും, നമ്മളോട് അനുധാവനം ചെയ്ത് അത് നമ്മളും അയാളും തമ്മിൽ അയാളെ പിടിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ അയാൾ നമ്മളെ പിടിക്കും. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുക. അയാൾക്കും ഇതുപോലെ ഓക്സിജനും സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് മാസ്ക് ഉണ്ട്, ഒരു ലെൻസുള്ള ഒരു മാസ്കാണ് നമുക്ക് തരിക. അപ്പം അതുകൊണ്ടാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ കടലിനടിയിലെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിറയെ പല വിധത്തിലുള്ള പവിഴപ്പുറ്റുകളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വിവിധ തരത്തിലുള്ള മീനുകളും അതുപോലെ തന്നെ ഒരുപാട് കടൽ പൂക്കൾ ഒക്കെ നമുക്ക് സീ അനിമോൺ ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അങ്ങനെ കടലിൻ്റെ അടിയിലുള്ള വിവിധ മത്സ്യങ്ങളെയും അതുപോലെ തന്നെ പവിഴപ്പുറ്റുകളൊക്കെ കണ്ടതിന് ശേഷം 20 മിനിറ്റ് സമയമാണ് ഒരാൾക്ക് അവിടെ ഉണ്ടായിരിക്കുക.
ജെഫിനെ നീ ഒറ്റയ്ക്ക് പോണേ? എനിക്ക് പോകാണ്ട് ഇനി. അയ്യോ അല്ല രണ്ടിനും കാലട്ടോ സമാധാനം കുഴപ്പമില്ല. പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മലശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാദകരിൽ. ഞങ്ങൾ ഗ്ലാസ് ബോട്ടിൽ റൈഡാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്ലാസ്. ഒരു വണ്ടിയിൽ 8 പേരാണ് ഉണ്ടാവുക. അതൊരു ഈ തീരങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യാണ് ഗ്ലാസ് ബോട്ട്. ഇവിടെയാണ് മീനുകളൊക്കെ കാണാൻ പറ്റുക. ഇപ്പം നമുക്ക് ഇതിൻ്റെ അടിഭാഗം വരെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പതള്ളാറുണ്ട് കാണാൻ പറ്റില്ല. പത മാറിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് എത്ര താഴ്ച വരെ കാണാൻ പറ്റും? ഇതിന്റെ അടിയിലത്തെ എത്ര താഴ്ച വരെ കാണാൻ പറ്റും? ഇതിന്റെ അടിയില് ഒരു 2-4 മീറ്ററൊക്കെ അവിടെ കൊണ്ട് നിർത്തും നിങ്ങൾ വണ്ടി. അപ്പോഴാണ് കാണാൻ പറ്റുക. ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങളവിടെ എത്തിയിട്ട് അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ കാണുക. ഇവിടെയും ഈ തീരങ്ങൾ മുഴുവൻ തെങ്ങുകൾ, ഒരുപാട് തെങ്ങുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിനെക്കാട്ടിലൊക്കെ കേരളത്തെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള തെങ്ങുകളുടെ കൃഷിയാണ് ഇവിടെയുള്ളത്. പക്ഷേ തേങ്ങയ്ക്ക് ഒട്ടും വില കുറവില്ല. ഇളനീരിനും ഒക്കെ നമ്മുടെ അവിടുത്തെ വില അല്ലെങ്കിൽ അല്പം കൂടുതൽ എന്ന് പറയാം. നമുക്ക് എത്രയാണെങ്കിലും ഇളനീര് കുടിക്കാം, കഴിക്കാം. അതേപോലെ തന്നെ വെള്ളത്തിൽ നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും വടത്തും ഇടത്തും കിഴക്കും എല്ലായിടത്തും ഈ കപ്പലിന്റെ ഇടിഞ്ഞു വന്ന ഭാഗങ്ങള്, കപ്പല്, പിന്നെന്താ പറയാ ഈ ബോട്ട്, വഞ്ചി. നമ്മുടെ ടീം തന്നെയാണ് ബോട്ട് യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് ബോട്ടിലെ അടുത്ത് 8 പേര്.
പ്രിയമുള്ളവരെ, ഞങ്ങൾ അഗത്തി ദ്വീപിലെ ഗ്ലാസ് ബോട്ടിലൂടെ പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് കൂടുതൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലിനടിയിലെ പവിഴപ്പുറ്റുകളും വ്യത്യസ്ത തരത്തിലുള്ള മീനുകളും ആമകളും ഒക്കെ വളരെയേറെ സുലഭമായി കാണാം. വിവിധ തരത്തിലുള്ള പവിഴപ്പുറ്റുകൾ നമ്മെ ഒരുപാട് ആകർഷിക്കും. പല കളറുകളിൽ, പല ഡിസൈനുകളിലൊക്കെയുള്ള ഒരുപാട് പവിഴപ്പുറ്റുകൾ നമ്മൾ ധാരാളം കാണാൻ സാധിച്ചു. അപൂർവമായിട്ടാണെങ്കിലും കടൽപ്പൂവ്, സീ അനിമോൺ, അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ പവിഴപ്പുറ്റുകളും മീനുകൾ, വ്യത്യസ്ത വലുപ്പത്തിൽ, വ്യത്യസ്ത കളറുകൾ, വ്യത്യസ്ത ഡിസൈനുകളിലുള്ള ഒരുപാട് മീനുകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത 3 തരത്തിൽ നമുക്ക് ഈ കടലിനടിയിലെ പവിഴപ്പുറ്റുകളെ കാണാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്ലാസ് ബോട്ടിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പോയ സ്നോർക്കലിംഗ്, വെള്ളത്തിന് മുകളിൽ പ്രത്യേക വസ്ത്രം ധരിച്ച്, പ്രത്യേക ഗ്ലാസ് ധരിച്ച് മുകളിൽ പൊങ്ങിക്കിടന്ന് അടിയിലെ കാഴ്ച കാണുന്ന സ്നോർക്കലിംഗ്, അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ്, വെള്ളത്തിനടിയിൽ കടലിനടിയിലേക്ക് ഏകദേശം 6 മീറ്റർ മുതൽ ഏകദേശം 20 മീറ്റർ വരെ താഴ്ചയിലേക്ക് പോകാവുന്ന രീതിയിലുള്ള സ്കൂബ ഡൈവിംഗ് ഇവിടെയുണ്ട്. അത് എല്ലാവർക്കും സാധിക്കില്ല. വെള്ളത്തിനടിയിലേക്ക് പോകണം, പ്രത്യേക തരത്തിലുള്ള മാസ്ക് ധരിച്ച് ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണ് നാം പോകുക കടലിനടിയിലേക്ക്. അവർ ഒരുപാട് പരിശീലനങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവിടേക്ക് കൊണ്ടുപോകുക. ആ പരിശീലനത്തിൽ വിജയിക്കുന്നവരെ മാത്രമേ അവരങ്ങോട്ട് താഴേക്ക് കൊണ്ടുപോവുകയുള്ളൂ. കാരണം ശ്വാസം, നമുക്ക് കൃത്രിമ ശ്വാസമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മളതിനു വേണ്ടി പരിശീലനങ്ങൾ അവർ നമുക്ക് തരും. നിർഭാഗ്യവശാൽ എനിക്ക് അതിന് പോകാൻ സാധിച്ചില്ല. ഞങ്ങളുടെ ടീമിൽ നിന്ന് 4 പേരാണ് ഈ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി പോയത്. അതിൽ 2 പേർക്ക് മാത്രമാണ് സാധിച്ചത്. 2 പേർ പരാജയപ്പെട്ടു. ഒരാൾക്ക് 3500 രൂപയാണ് അവർ ഈടാക്കുന്നത് സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട്. കരയിൽ നിന്ന് ഏകദേശം 1-1.5 കിലോമീറ്റർ ദൂരേക്ക് മാറി ഏറ്റവും നല്ല പവിഴപ്പുറ്റുകളും അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്ത അനുഭവമാണ് അവിടെ പോയ എല്ലാവരും പറഞ്ഞത്. നമ്മൾ ആദ്യം ഞങ്ങൾ സ്നോർക്കലിങ്ങിലൂടെയാണ് ഈ പവിഴപ്പുറ്റുകളും അതുപോലെ തന്നെയുള്ള മീനുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. സ്നോർക്കലിങ്ങിൽ നമ്മോടൊപ്പം വരുന്ന ഗൈഡ് ഈ മത്സ്യങ്ങൾക്ക് കൊടുക്കും ബിസ്ക്കറ്റ് ആ മീനുകൾക്ക് കൊടുക്കുമ്പോൾ അവർ കൂട്ടത്തോടെ അവിടേക്ക് പാഞ്ഞെടുക്കുന്നത് നമുക്ക് നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ വളരെയേറെ, അത് വെള്ളത്തിന്റെ മുകളിലാണെങ്കിൽ പോലും അവരവിടേക്ക് ഈ മീനുകൾ വരും. കൽപ്പാട്ടി ദ്വീപിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൽപ്പെട്ടി ദ്വീപിലാണ്. നമ്മൾ അവിടെ അങ്ങകലെ കാണുന്നതാണ് അഗത്തി എയർപോർട്ട്. ആ കാണുന്നതാണ് എയർപോർട്ടിൻ്റെ ഏറ്റവും അകലെ നിന്നുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പുറമേ നിന്ന് 3 ഭാഗവും ഇതുപോലെ തന്നെ വെള്ളത്തെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു ദ്വീപാണത്. ഇവിടെ ഈ കൽപ്പെട്ടി ദ്വീപിൽ മനുഷ്യവാസമില്ല. ഇവിടെ നമ്മളിപ്പോൾ വെറുതെ വിസിറ്റിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇവിടെ കുറേ മരങ്ങളും ഇത് മാത്രം, മനുഷ്യവാസമില്ല. വളരെ കുറഞ്ഞ ഒരു ഏരിയ മാത്രമാണ് ഈ കൽപ്പെട്ടി ദ്വീപിനുള്ളത്. നമുക്ക് ഇത് കണ്ടറിയാം, 3 ഭാഗവും വെള്ളത്തെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. എല്ലാ ഭാഗവും, അതിൻ്റെ അപ്പുറത്തെ ഭാഗവും വെള്ളം തന്നെയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു ദ്വീപ് കൂടിയിട്ടാണ്. ഇവിടെ ജനങ്ങൾ താമസിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അത്രയേ ഉള്ളൂ. നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് പവിഴപ്പുറ്റുകളും അതുപോലെ തന്നെ വലിയ ആമ എന്ന് വെച്ചാൽ വളരെ വലിയ ആമേനെ കണ്ടു.
പിന്നെ ആ എന്തിട്ടുണ്ട് ആ C1 എന്നിട്ടാ പറയാം സീ അനിമോണോ സീ കടൽപ്പൂവുകൾ സീ അനിമോൺ അങ്ങനത്തെ ഒരുപാട് ഇത് കണ്ടു നമ്മളൊരു 4-5 സ്ഥലങ്ങളിൽ ഞങ്ങളെ നിർത്തി അതൊക്കെ ധാരാളം ആസ്വദിച്ചിട്ടാണ്. എവിടെയും ഇപ്പോൾ നമുക്ക് വെള്ളത്തിന് ഒരു പച്ച കളറാണ്, നീല മാറി ഒരു പച്ച കളറാണ് ഇവിടെ. ആകാശവും അകലെ നോക്കിക്കഴിഞ്ഞാൽ ആകാശവും വെള്ളവും ഒരേപോലെയാണ്, ഒരു തുടർച്ച പോലെയാണ് അങ്ങ് അകലെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ടീമുകളൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതുവരെ എത്തുന്നുണ്ട്. നിങ്ങളെപ്പോലെ വേറെയും കുറേ ടീമുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ടീമുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതും നമ്മുടെ ടീമാണ്. അങ്ങനെ 3 വണ്ടിയിലായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. ഒരു വണ്ടിയിൽ ഏകദേശം 8 പേരാണ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ 24 പേരുണ്ട്. അപ്പോൾ അങ്ങനെ 8 പേര് അടങ്ങുന്ന ഓരോ ടീമുകളായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് കൽപ്പാത്തി ദ്വീപിൻ്റെ മറുഭാഗമാണ്. നമ്മൾ വലിയൊരു കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് വന്നതാണ്. കൽപ്പറ്റി ദ്വീപിൻ്റെ മറുഭാഗമാണ് ഇവിടെ. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ജലാശയങ്ങളാണ്. എയർപോർട്ടാണ് അപ്പുറത്ത് കാണുന്നത്. വളരെ പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ആൾക്കാരും മറ്റുള്ള പുറമേ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഗൈഡാണ് വരുന്നത്. സിറാജ് മാഷ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അവിടെ ഒരു വീണ്ടും നമ്മൾ ഈ കൽപ്പറ്റി ദ്വീപിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു ഒറ്റയടിപ്പാത മാത്രമാണ് ഉള്ളത്. ഇരുഭാഗങ്ങളിലും നിറയെ വൃക്ഷലതാദികൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാനന പാതയിലൂടെ നമ്മളിതാ മുന്നോട്ട് പോകുകയാണ്. വളരെ പ്രകൃതി രമണീയമായ മറ്റൊരു ഭാഗമാണ് ഇവിടെ. ഇത് ആ കൽപ്പറ്റി ദ്വീപിൻ്റെ മറ്റൊരു വിഭാഗമാണ് ഇവിടെ. ഇവിടെ വെച്ചാൽ കല്ലുകളാണ്, പാറകൾ, നിറയെ പാറകൾ, പ്രത്യേക തരത്തിലുള്ള പാറകളാണ്. ഇവിടെ ഒരു ഗുഹയാണ്. ആ ഗുഹയ്ക്ക് ഇപ്പുറത്തൂടെ ഇങ്ങോട്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളുടെ അവിടെ തിരുവല്ലാമലയിലുള്ള പുനർജനി നൂഴൽ പോലെയുള്ള ഒരു സ്ഥലമാണ്. അതിനുള്ളിലൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറ്റും. ഈ ഗുഹയിലൂടെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഗുഹ. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ 3 ഭാഗത്തേക്കും അതിൻ്റെ കവാടങ്ങളുണ്ട്. വളരെ പ്രകൃതി ഭംഗിയുള്ള കല്ലുകൾ, വ്യത്യസ്തരം കല്ലുകളുണ്ട്. നമ്മൾ ഒരുപാട് ആളുകൾ ഇവിടെയും വരുന്നുണ്ട്. അസ്തമയ സൂര്യൻ്റെ ആ പ്രഭാക്ക് നമുക്ക് കുറേശ്ശെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നല്ല തിരകളും തിരമാലകളും ഒക്കെ ധാരാളമുണ്ട്. നോക്കത്താ ദൂരത്ത് ഇവിടെയും തിരമാലകളിലടിക്കുന്ന നീലക്കടൽ തന്നെയാണ്. മാനവും അതുപോലെ തന്നെ ഈ കടലും ഒരേപോലെ നിൽക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെയും. ഈ ഭാഗത്ത് മുഴുവൻ നിറയെ കണ്ടൽക്കാടുകൾ പോലെയുള്ള കാടുകളാണ് ഈ ഭാഗത്ത് മുഴുവൻ. ഈ സ്കൂബ ഡൈവിങ്ങിൽ അത് അടിയിലേക്ക് പോവുകയാണ്. അവരെവിടെയാണോ അവിടെ ഉള്ളത് അതിൻ്റെ ഒപ്പം അവിടേക്കാണ് നാം പോകുന്നത്. അത് ആളുകളുടെ കപ്പാസിറ്റി അനുസരിച്ച്
6 മീറ്റർ മുതൽ താഴേക്ക് നമ്മളെ കൊണ്ടുപോകും. അവരുടെ ഓരോരുത്തരുടെ വ്യത്യസ്ത വിൽ പവർ അനുസരിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അതിനിടയ്ക്ക് എന്തെങ്കിലും നമുക്ക് ശ്വാസം കിട്ടാതെ വരികയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഗൈഡിനോട് പറഞ്ഞാൽ ഗൈഡ് പെട്ടെന്ന് അവർ മുകളിലേക്ക് കൊണ്ടുവരും. വീണ്ടും അവർക്ക് താഴേക്ക് പോകാം. അങ്ങനെ പലരും 2-3 പ്രാവശ്യമൊക്കെ പൊന്തി വന്ന് താഴേക്ക് പോയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വളരെയേറെ അവർക്ക് ആ പവിഴപ്പുറ്റിൽ നിൽക്കാനുള്ള അവസരമുണ്ട്. അവിടെ നിന്നുകൊണ്ട് മത്സ്യങ്ങളെ കാണാം. അതിനൊക്കെ അവർ അവസരം ഒരുക്കും. അതോടൊപ്പം തന്നെ ഒരാൾ ഇതൊക്കെ ക്യാമറയിൽ പകർത്തും. നമ്മൾ കാണുന്നത് നമ്മളുടെ അംഗവിക്ഷേപങ്ങളൊക്കെ അവർ ക്യാമറയിൽ പകർത്തുകയും അത് നമുക്ക് തരികയും ചെയ്യും. ഈ 3500 രൂപയിൽ 2-4 അതിൻ്റെ പ്രത്യേക ഷോട്ടുകൾ, ഫോട്ടോ ഇതെല്ലാം നമുക്ക് വാട്സപ്പിലൂടെ അവർ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് വലിയൊരു അനുഭവമാണ്. അതുപോലെ തന്നെ കയാക്കിങ് എല്ലാവർക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന കയാക്കിങ് ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ടീമിൽ 3.5 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ആളുകളാണ് ഉള്ളത്. നമുക്ക് ഇവിടെ കടലിനടിയിൽ എല്ലാം കാണാൻ വേണ്ടി 3 തരത്തിലാണ് അവർ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്കൂബ ഡൈവിംഗ്, കടലിനടിയിൽ 6 മീറ്റർ മുതൽ 20 മീറ്റർ അടിയിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനം. രണ്ടാമത് സ്നോർക്കലിംഗ്, മൂന്നാമത് ഗ്ലാസ് ബോട്ട്. ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു ആരുടെ ദൂതുമായി ആടും മേഘ മഞ്ചയിൽ ആരെ തേടി വന്നണഞ്ഞു നീ ആടിമാസ കാറ്റേ ദേവദൂതർ പാടും ഈ വഴി പാടിവാ കാറ്റി പാടിവാ കാറ്റി 1000 പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നു ഞാലാട്ടും നന്ദാരപ്പൂക്കൾ നുള്ളിവാ. അപ്പോൾ നിങ്ങളെല്ലാവരുടെ പേരിൽ എനിക്ക് ജന്മദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുകയാണ്. ഇതിന്റെ ഭാഗമായി ഒരു ഡെഡിക്കേറ്റഡ് സോങ് ആലപിക്കുന്നത് ജിനിയുടെ പ്രിയതമൻ ആയിട്ടുള്ള ജെഫിനാണ്. ജെഫിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കടലലമേലേ മോഹപ്പൂങ്കുരുവി പറന്നേ അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്മിൽ വന്നേ കരകാണാ കടലലമേലെ മോഹപ്പൂങ്കുരുവി പറന്നേ അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തെന്നലീണം പാടിവാ തെയ്യേതോ അരകാണ കടലലമേലെ മോഹപ്പൂങ്കുരുവി പറന്നേ അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തെന്നലീണം പാടിവാ ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം പാരാതെ ഞാനേതോ ലഹരി പാരാകെ ഞാനേതോ ലഹരി കിളിയെ കിളിയെ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴകിന്നഴകെ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിണ്ണാരം മൂളും കുളിരിൻ കുളിരേ കിളിയെ കിളിയെ മണിമണിമേഘത്തോപ്പിൽ
ഒരു മലർന്നുള്ളാൻ പോകും അഴകിൻ അഴകേ അരുമ സഹിതനഗര കാന്തിയോ ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമ പൂത്തുവിടുന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു കാലം കൊഴിഞ്ഞ സുമ പൂത്തുവിടുന്നു മുഖമാവിൻ മനസ്സിൽ ധനമായി നീയുണർന്നു മുഖമാവിൻ മനസ്സിൽ ധനമായി നീയുണർന്നു ഹൃദയ മൃദുല ഗന്ധീവാമൃതം വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലിന്റെ അരുമ സഖിതനതര കാന്തിയോ അതിലായിരമാശകളാലൊരു പൊൻവലമേ വണ്ടു കൂടമുള്ള പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവലമേ തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ആദരമൃത ജലശേഖരം നയനം മദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ എന്തൊരു മാതം എന്തൊരാവേശം ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുര കഥയിലെ ഇസുമുരയാൻ തോഴൻ ബദറുൽ മുനീർ മഹിയിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന്റെ മലർമഴവില്ലായിട്ടൊരു കനിമൂളെ അവളുടെ മധുവൊഴുകും പേരാണ് കുസുരുൾ ജമാല് കടു കടലയ്ക്ക കടിക്കുമ്പം തെറിക്കണ കടലയ്ക്ക കടപ്പുറത്തിരുന്നു ഞാൻ കടലയ്ക്ക കുറിക്കുമ്പം കലി കൊണ്ട് തുള്ളണ കടല കടിക്കുമ്പം തെറിക്കണ കടലയ്ക്ക കുറിക്കുമ്പം കലി കൊണ്ട് തുള്ളണ കടലമ്മ തരാം അങ്കിൾ പാട്ട് പാടട്ടെ വീണമീട്ടുകില്ലേ വീണയുമായ മനസ്സിന്റെ താമര പൂവിളർന്നവളെ പാടില്ലേ വീണമീട്ടുകില്ലേ ഞാൻ നോക്കി തരും കേക്കാൻ ചേട്ടാ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടയും ആറ് താറാവ് അഞ്ചു കുഞ്ഞാടി 4 നാരങ്ങ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. 7 നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ 7 നേതാക്ക 7 താറാവ് 5 മഞ്ചാടി 4 നാരങ്ങ 3 മുക്കുറ്റി
രണ്ടു ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. താഴ് നീ നമുക്ക് പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിരിക്കേ ഉമ്മാന്റെ കരളെ ഉമ്മാന്റെ മുമ്പ് മാർക്കടി മുത്താണ് നീ നമുക്ക് മുത്താണ് നീ നമുക്ക് കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗതിയിൽ വരും കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗതിയിൽ വരും അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിലൊരുങ്ങി വരും. പരിപാടി നടത്താൻ കഴിഞ്ഞത് ആ കാര്യത്തിൽ നമ്മുടെ മാഷാനെ പ്രത്യേകം അഭിനന്ദിക്കാൻ നിവൃത്തിയില്ല. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്തത്. പിന്നെ ഇനി നമ്മൾ ഇനിയും ഇതുപോലുള്ള കൂട്ടായ്മ നമ്മളുണ്ടാവണം, ഇതുപോലെ തന്നെ എല്ലാ വിധത്തിലും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്കറിയില്ല. എന്നിരുന്നാലും സിറാജ് മാഷിന് വളരെ മുമ്പേ തന്നെ ഫോൺ നമ്പർ കിട്ടിയ കാലം തൊട്ട് തന്നെ മാഷിനെ പരിചയപ്പെട്ടിരുന്നു. മാഷിക്ക് എന്നെയും എനിക്കറിയില്ല, ഇന്ന് മാഷിനെ അറിയില്ല. പക്ഷെ മാഷിയുടെ നല്ല സംസാരവും പെരുമാറ്റൊക്കെയാണ് നമ്മൾ ഈ വഴിയിലേക്ക് തന്നെ വിട്ടുകൊണ്ട് വന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ മാഷിന് വേണ്ടി വളരെ അഹോരാത്രം എന്നെല്ലാം അറിയാം. ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഏൽപ്പിച്ച ദൗത്യം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ എന്ന് പറഞ്ഞ പോലെ ആദ്യം തന്നെ എല്ലാം ഭംഗിയാക്കി ചെയ്തു തീർത്ത സിറാജ് മാഷയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വലുതായ നന്ദിയും അറിയിക്കുന്നു. സാധിക്കും. അത്രയും സ്ഥലങ്ങൾ കാണാനുള്ള അതിമോഹമുള്ള ഒരു വ്യക്തിയാണ്. റിട്ടയർമെൻറ്റിന് ശേഷമാണ് എനിക്കത് സാധിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടൊരു കാശ്മീർ ട്രിപ്പ് നടത്തി റിട്ടയർമെൻറ്റിന് ശേഷം. പിന്നീട് ആഗ്ര, കാശി, വാരണാസി ഉൾപ്പെടുത്തി 10 ദിവസം യാത്ര പോയി. പിന്നെ അജന്ത എല്ലോറ കണ്ടു. അതും 10 ദിവസത്തെ പരിപാടിയായിരുന്നു. ട്രെയിനാണ് പോയത്. 2 ദിവസം അങ്ങോട്ടും 2 ദിവസം ഇങ്ങോട്ടും, അങ്ങനെ 4 ദിവസം യാത്രയായിട്ട് പോയിട്ട് ബാക്കി 6 ദിവസമാണ് കാഴ്ചകൾ കാണാനായിട്ട്. ദിവസം ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനീ കുറെ കേൾക്കും. അതിൽ തന്നെ അവർ കൂടുതൽ പ്രയോജനം കൊണ്ടുപോകും. എവിടെയൊക്കെ പോകണം, എന്തൊക്കെ പോകണം എന്നൊക്കെ. പിന്നെ അതിലുള്ള സമയം നമ്മൾക്ക് ഒത്തു വന്നപ്പോഴാണ് അതിപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. എല്ലാ രീതിയിലും ആവുന്നുണ്ട്. പിന്നെ സിറാജ് മാഷ ഗ്രൂപ്പിൽ ഈ പരിപാടി തുടങ്ങിയിട്ടപ്പോൾ ആദ്യമേ തന്നെ കയറി ചേർന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പക്ഷേ കുന്നോളം ഭാഗത്ത് വന്നപ്പോൾ അവർ 6 ആൾ എന്നാണല്ലോ നിന്നത്. ജാൻസി ടീച്ചറാണ് അതിന് ജീവൻ നൽകിയത്. അത് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല. ജാൻസി ടീച്ചറും ടീമും കൂടി ഇറങ്ങിയപ്പോഴാണ് ഇത് ഫുള്ളായിട്ട് 21 ആളായത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു മുറുകുള്ളി ഉതേണ്ട ആൾക്കാരാകുമായിരുന്നു. ഒരു ടൂറിന് എപ്പോഴും സംഖ്യാബലം ഒരു പ്രധാന ഘടകം തന്നെ. ഞങ്ങൾ അയോധ്യ, ആഗ്ര, താജ്മഹലൊക്കെ പോയപ്പോൾ ഞങ്ങൾ 46 പേര് കൂടിയാണ് പോയി. 46 പേരെ നയിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവർക്കും ഒരേ കളറിലെ തൊപ്പി, വെള്ള തൊപ്പി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തൊപ്പി കണ്ടാൽ മനസ്സിലാക്കുക അത് നമ്മളൊക്കെയാണ് ആ പോകുന്നത്. അങ്ങനെ കൂടെ പിടിച്ച് പോയിരുന്നു. പക്ഷെ ആരും കൂട്ടത്തേക്കൊന്നും പോയില്ല. ഞാൻ എല്ലാവരും ഒരൊറ്റ ചിന്തയിലാണുള്ളത്. ഒരു ട്രിപ്പ് എവിടെ പോവുകയാണെങ്കിൽ ഇവിടെ പറയപ്പെട്ട ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഞാൻ പറഞ്ഞു. തായ്ലൻഡിൽ പോയിട്ടില്ല, ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ. ഇത് നിങ്ങൾ ഒന്നും കൂടി കാണേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ മറ്റേ ദ്വീപുണ്ട്. അവിടെ ഞാൻ പോയത് ആൻഡമാൻ നിക്കോബാർ. അവിടെ ആരും പോയിട്ടുണ്ടാവും. ആൻഡമാനിലൊക്കെ ആൻഡമാനൊക്കെ അതൊരു വെറൈറ്റിയാണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നിനെടുക്കാൻ പല രൂപത്തിലുള്ള ആൾക്കാർ, ശരിക്കും തികച്ചും ആദിവാസികളായ ആളുകൾ. സെല്ലുലാറിൽ വെച്ചിട്ടുള്ള അവിടെ ചില പ്രദർശനങ്ങളൊക്കെ നമ്മൾ കാണേണ്ടുന്ന ചില കാഴ്ചകൾ. അപ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ മാറ്റും. പല അനുഭവങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന അന്ന് തന്നെ ഞാൻ കുറേ ഫ്രണ്ട്സ് കണ്ടു. ഇവിടെ ചെന്നാൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇത് കുറേ ആളുകളുണ്ട്. അവർ കണ്ട് അവരെ തുടക്കത്തിൽ അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ലക്ഷദ്വീപ് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇപ്പോൾ ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ള ആളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞതാണ്, നിങ്ങളൊരു കുറച്ച് പേരെ കൂടി സംഘടിപ്പിച്ചിട്ട് ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്ക് ചിലവ് കുറഞ്ഞ് ചെയ്യാം. നിങ്ങൾ 1-2 പേര് വരികയാണെങ്കിൽ അത് ഭയങ്കര ചിലവും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ
ഇങ്ങനൊരു ശ്രമം നടത്തിയത്. ആ ശ്രമം ഇങ്ങനെ അരിച്ചരിച്ച് വിജയിച്ചു വന്നതാണ്. അങ്ങനെയാണ് ജാൻസി ടീച്ചർ അതിൽ വന്ന് ചാടിയത്. ജാൻസി ടീച്ചർ ചാടിയപ്പോൾ പിന്നെ എനിക്കൊരു പണി, ആ കാര്യത്തിൽ ഒരു പണിയില്ലാതെയായി. ടീച്ചർ പിന്നെ കൊണ്ടുവന്നു. അവസാനം പിന്നെ രണ്ടാളെയും കൂടി കൊണ്ടുവന്നപ്പോൾ നമുക്കതിന് സീറ്റില്ലാത്ത ഒരു വിഷയം വന്നു. നമുക്കതിൽ മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നു.